വനിതാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ച ആശാ വർക്കേഴ്സ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ സമരത്തിന്റെ ഭാഗമായി വിവരങ്ങളുമായി സമരവേദിയിൽ നിന്ന് നമ്മുടെ മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, വെരി ഗുഡ് ഈവനിംഗ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ, വനിതാ ദിനാശംസകൾ. ക്രിസ്റ്റീന, വനിതാ ദിനാശംസകൾ. പക്ഷേ തലസ്ഥാന നഗരിയിൽ നിന്ന് അത്ര അഭിമാനത്തോടെ വനിതാ ദിനാശംസകളോ അല്ലെങ്കിൽ വനിതാ ദിനം ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 27 ദിവസമായി ഇവിടെ ആശാ വർക്കർമാർ സമരം ചെയ്യുകയാണ്. അതിൽ 27ാം ദിവസവും കടന്നുപോകുന്നു, ഈ വനിതാ ദിനവും കടന്നുപോകുന്നു. പക്ഷേ ആശാ വർക്കർമാർക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ആശയുള്ള ഒരു വാക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ പോകേണ്ടത് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആശമാരുടെ ഒരു പ്രശ്നങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആരോഗ്യമന്ത്രി ഒരു മറുപടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഒരു കത്ത് അയക്കുന്നു ആശാ വർക്കർമാരുടെ പ്രശ്നം പറഞ്ഞിട്ട്, അതിലൊരു മറുപടി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് ആ കത്തിൽ പറയുന്നത്? വിശദാംശം. ആശാ വർക്കർമാരുടെ സമരം ആരംഭിച്ച് ഏതാണ്ട് ഒരു മാസത്തോളം അടുക്കാറായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല, അതിനാവശ്യമായ ചർച്ചകൾ നടത്തുന്നില്ല. ആശാ വർക്കർമാരുടെ സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയം വർധനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുക്കാതെ സമരത്തെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്നുള്ള ഒരു കത്താണ് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ പോയപ്പോൾ ഞാൻ നൽകിയിരുന്നത്. അതിനുള്ള മറുപടിയാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നഡ്ഡ നൽകിയിരിക്കുന്നത്. അയച്ച ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നൽകിയ കത്ത് അടിയന്തരമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രിയുടെ കത്തിൽ നിന്ന് അത് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആശാ വർക്കർമാർ സമരം നടത്തുന്ന സെക്രട്ടറിന് മുന്നിലാണ്. മറ്റന്നാൾ പാർലമെന്റിന്റെ 2ാം ഘട്ട സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം 10ാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങൾ കേരളത്തിലുള്ള MP മാർ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തു നിന്നുള്ള UDFന്റെ MP മാർ ആശാ വർക്കർമാർ നടത്തുന്ന കഴിഞ്ഞ 27 ദിവസമായി സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടത്തുന്ന ഈ സമരത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവരും. ഈ സമരം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ ലോക്സഭയിലും രാജ്യസഭയിലും ഞങ്ങൾ ഉന്നയിക്കും. അതോടൊപ്പം തന്നെ പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് MP മാർ പാർലമെന്റിന്റെ പുറത്ത് സമരം ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. എന്തായാലും ആശാ വർക്കർമാർ ഈ സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടത്തുന്ന 27 ദിവസക്കാലമായി തുടർന്നു വരുന്ന ഈ സമരം ഞങ്ങൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ഇങ്ങനെ തന്നെയാണ്. അതായത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അയച്ച കത്തിൽ ലഭിച്ച മറുപടിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP വിശദീകരിച്ചത്. അതിനപ്പുറത്തേക്ക് ഇവിടെ 27 ദിവസമായി മഴയും വെയിലും കൊണ്ട് ഇത്തരത്തിൽ ആശാ വർക്കർമാർ വലിയ സമരം നടത്തുകയാണ്. പക്ഷേ ഇന്നും ഈ വനിതാ ദിനം കടന്നുപോകുമ്പോഴും ഇതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇതിൽ പ്രധാനമായും ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, കൂടാതെ ഇത്തരത്തിൽ പെൻഷൻ നൽകുക, ഇതിൽ വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ചേച്ചി, വനിതാ ദിനം കടന്നു പോകുന്നു, 27 ദിവസം കഴിയുന്നു. ഇനി എങ്ങനെയാണ് സമരപരിപാടി? കുറച്ചുകൂടി കടുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക ഞങ്ങൾ. കാരണം ഈ 27 ദിവസം നിസ്സാരമായ 1.5 മണിക്കൂർ നേരം കൊണ്ട് നടപ്പാക്കേണ്ട ആവശ്യം 27 ദിവസം നീണ്ടുപോയിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടായിട്ടില്ല. ഇനിയും ഞങ്ങൾ സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ ശക്തിയായിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. സമരം തുടരും. ഒരുപാട് അധിക്ഷേപങ്ങളും അത്തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഇന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഒരു വനിതാ സംഗമം വരെ സംഘടിപ്പിച്ചു. അതെ, ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതുവരെ ഈ മന്ത്രി കാണുന്നില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാലും ഞങ്ങൾ പിന്മാറാൻ തയ്യാറല്ല. ഇത് തന്നെയാണ്, സമരത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശമാ അറിയിക്കുന്നത്. അങ്ങനെ തന്നെ, അതായത് ഇനിയും ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ ഇവരുടെ ഈ സമരം ഇങ്ങനെ തന്നെ തുടരും. അതുവരെ ഈ പ്രതിഷേധവും വിവിധ പരിപാടികൾ, ഇനിയും വിവിധ രാഷ്ട്രീയ കക്ഷികളും വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരും ഈ സമരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് തന്നെയാണ് അറിയുന്നത്. ശരി, നമ്മുടെ മേഘന മുരളിയാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. നമ്മുടെ ആശാ വർക്കേഴ്സ് ഈ പൊരുവെയിലത്താണ് സമരം ചെയ്യുന്നത്. 27ാം ദിവസമാണ് സമരം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രയും വലിയ കൊടും ചൂടിലുള്ള സമരം, അതിനൊരു പരിഹാരമാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശിക്കുകയാണ്.